വചനജായ 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 വചനജായ. തു ജൂട്ടി മേ മക്കാർ എന്നത് ഒരു കോമഡി ലവ് സ്റ്റോറിയാണ്. അതിൽ മിക്കി എന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അവനൊരു ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റിയാണ്, ഭയങ്കര കരസ്മാറ്റിക്കാണ്. അവൻ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവും ആൾക്കാരായിട്ട്. അവൻ ടിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുകയാണ്. അവരിങ്ങനെ വളരെ ക്ലോസ് ആവാണ്. ഒരു ദിവസം മിക്കി അവളൊരു സിനിമയ്ക്ക് പോകാൻ വിളിച്ചു. അപ്പോൾ അവൾ ഭയങ്കര താല്പര്യത്തോടു കൂടി സിനിമ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് അവൾ കാണുന്നത് മിക്കിയുടെ കൂടെ മിക്കിയുടെ അമ്മൂമ്മയുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോളുണ്ട്. ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പായിട്ടാണ് മിക്കി വന്നിരിക്കുന്നത്. അപ്പോൾ ടിനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ടിനി ഒരു പ്രൈവറ്റ് സ്പേസൊക്കെ അന്വേഷിച്ചാണ് വന്നത്. ഇവൻ്റെ കൂടെ തനിച്ചിരിക്കാൻ വർത്താനം പറയാമെന്നൊക്കെ ഓർത്ത്. പക്ഷേ അവൻ വന്നേക്കുന്നത് ഫുൾ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നീട് എപ്പോഴൊക്കെ എന്തൊക്കെ പ്രോഗ്രാമിന് മിക്കി ടിനിയെ വിളിച്ചാലും മിക്കി വരുന്നത് അവൻ്റെ ഫുൾ ഫാമിലി ആയിട്ടാണ്. ഫുഡിന് പുറത്ത് പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ ഈ ഫാമിലി മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ഈ ടിനി എന്ന് പറഞ്ഞ പെങ്കൊച്ച് അവളൊരു ജോയിൻറ്റ് ഫാമിലിയിലാണ്, വലിയ ഫാമിലിയാണ് അവരുടെ. പക്ഷേ അവൾക്ക് ഈ ഫാമിലി ഇഷ്ടമല്ല. വേറൊന്നുമല്ല, അവൾ കണ്ടിട്ടുണ്ട് അമ്മയ്ക്കൊരു പ്രൈവറ്റ് സ്പേസ് വീട്ടിൽ കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം ജീവിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേട്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ തീരുമാനിച്ചിരുന്നു, കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് പ്രൈവറ്റ് സ്പേസ് കിട്ടുന്ന ഒരു ഫാമിലിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡ് മാത്രം. അങ്ങനെ ഒരു ചിന്തയാണ് ടിനിക്കുള്ളത് ലൈഫിനെക്കുറിച്ച്, മാരീഡ് ലൈഫിനെക്കുറിച്ച്. അത് ടിനി മിക്കിയോട് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഒരു ദിവസം പറഞ്ഞു, മിക്കി എനിക്ക് ഇങ്ങനെ ജോയിൻറ്റ് ഫാമിലിയിൽ എൻ്റെ അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമല്ല, പക്ഷേ എന്തോ എനിക്കൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മിക്കി അവളെ മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യം ഇതാണ്, ടിനി നീ നോക്കിയേ, എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ പവറാണ്, ശരിക്കും എൻ്റെ പവറാണ്. നീ എൻ്റെ ആദ്യത്തെ പ്രണയമല്ല, നീ എൻ്റെ 7ാമത്തെ പ്രണയമാണ്. എൻ്റെ ആദ്യത്തെ പ്രണയം എൻ്റെ അമ്മൂമ്മയാണ്, പിന്നെ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ ചേച്ചി, ചേച്ചിയുടെ മോള്, അങ്ങനെ 7ാമത്തെ പ്രണയമാണ് നീ എന്ന് പറയാം. ഇപ്പം നീ എന്നോട് നക്ഷത്രം പൊട്ടിച്ചുകൊണ്ടിരാൻ പറഞ്ഞാൽ പോയി നക്ഷത്രം പൊട്ടിച്ചുകൊണ്ട് വരും. പക്ഷെ ഞാൻ ഒരു നക്ഷത്രം മാത്രം പൊട്ടിക്കില്ല, എന്നിട്ട് 4-5 നക്ഷത്രം പൊട്ടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ആദ്യത്തെ നക്ഷത്രം അമ്മൂമ്മക്ക് കൊടുക്കും, പിന്നെ അമ്മയ്ക്ക് കൊടുക്കും, പിന്നെ ചേച്ചിക്ക് കൊടുക്കും, ചേച്ചിയുടെ മോക്ക് കൊടുക്കും, പിന്നെയാണ് ഞാൻ നിനക്ക് നക്ഷത്രം തരുള്ളൂ. അങ്ങനെ ഞാൻ നക്ഷത്രം എൻ്റെ അമ്മൂമ്മ കൊടുക്കും. അമ്മൂമ്മ എന്താ പറയണമെന്ന് അറിയാമോ? എടാ എനിക്ക് ഈ വയസ്സാങ്കാലത്ത് എന്തിനാണ് നക്ഷത്രങ്ങൾ, നീ നിൻ്റെ പെണ്ണിന് കൊണ്ട് കൊടുക്കടാന്ന് പറയും. അമ്മ പറയും, എടാ നിൻ്റെ അപ്പൻ ഒരുപാട് നക്ഷത്രം എനിക്ക് തന്നിട്ടുണ്ട്, നീ നിൻ്റെ കെട്ടിയാ കൊണ്ട് കൊടുക്ക്. അങ്ങനെ അവരെല്ലാവരും ആ നക്ഷത്രം നിനക്കേ തരത്തുള്ളൂ. അവരുടെ സ്നേഹം പങ്കുവയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ നീ അൺഫെയർ ആണ്, നിനക്ക് മാത്രം സ്നേഹം മതി, എന്നെ ആരോടും എനിക്ക് നിന്നെ മുഴുവനായിട്ട് വേണം, ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്ത അത് ശരിയാവില്ല. നമ്മുടെ സ്നേഹം അത് പൊസസീവ് ആവുമ്പോൾ അതിനത്ര സൗന്ദര്യമില്ല. നമ്മുടെ സ്നേഹം ഷെയർ ചെയ്യുമ്പോൾ അതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യത്തിൻ്റെ പേരാണ് ദൈവം. നമ്മളിന്ന് ആഘോഷിക്കുന്ന തിരുനാൾ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പേരാണ് ട്രിനിറ്റി, ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ദൈവം ഒറ്റയ്ക്കല്ല, നമ്മുടെ ദൈവം ഒരു ഫാമിലിയാണ്. നമ്മുടെ ദൈവം ഒരു കുടുംബമാണ്, ഒരു ഷെയറിങ് ഫാമിലിയാണ്. അതാണ് ഈ ട്രിനിറ്റി തിരുനാളിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം. റഷ്യൻ ആർട്ടിസ്റ്റ് ആൻഡ്രേ റൂബ്ലെവിൻ്റെ വളരെ മനോഹരമായ ഒരു ഐക്കണാണ് ദ ട്രിനിറ്റി. നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ഐക്കൺ എന്ന് ലോകത്തിൽ അറിയപ്പെടുന്നതാണ് ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞ ഐക്കൺ എന്ന് പറഞ്ഞാൽ സാധാരണ പെയിൻറ്റിംഗ് ആയിട്ട് തന്നെ കാണരുത്. അത് വിൻഡോ ടു ഹെവൻ എന്നാണ് പറയുക, സ്വർഗത്തിലേക്കുള്ള ജനാലയാണ്. അതുകൊണ്ട് തന്നെ ഐക്കൺ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പ്രെയർഫുള്ളാണ്. അതിൽ തന്നെ പ്രെയർ ഉണ്ട്, അതിൽ തിയോളജി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് 3 ദൈവപുരുഷന്മാർ ഒരു ടേബിളിൻ്റെ പുറത്തിരിക്കുന്നതായിട്ടാണ്. ഈ സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തെ കാണാൻ വേണ്ടി ഓക്കുമരത്തിൻ്റെ താഴെ അബ്രാഹം ഇരിക്കുമ്പോൾ 3 ദൈവപുരുഷന്മാരെ കാണാൻ വരുന്നു. അവർക്ക് ഒരു കാളക്കുട്ടിയെ കൊന്ന് വിരുന്ന് കൊടുക്കുന്ന സംഭവമാണ് ഈ ഐക്കണിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകത, ഇതിൻ്റെ അകത്ത് അബ്രാഹത്തെ സാറയും വിഭവമായ ഒരു വിരുന്നൊന്നും നമ്മൾ കാണുന്നില്ല. ഇവിടെ കാണുന്നത് ഒരു മേശയിൽ ഈ 3 ദൈവപുരുഷന്മാരിരിക്കുക. ഇവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ 3 പേരും കൂടി ഇങ്ങനെ ചേർന്ന് നമ്മളൊരു സർക്കിൾ വരച്ചാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് സർക്കിൾ. ഈ സർക്കിളിൽ ഇങ്ങനെ ഇവരിങ്ങനെ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ 3 പേരുടെ ഇടയിൽ ഒരു ബഹളവുമില്ല. ഇറ്റ്സ് എൻ എംപ്റ്റി സ്പേസ്. നമ്മുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് ഈ 3 പേരിലല്ല, ഈ നടുക്ക് ഈ പെർഫെക്റ്റ് സർക്കിളായിട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അതാണ് അവിടെ ഇവർ ഭക്ഷണം കഴിക്കുന്നതല്ല, അവരിവിടെ സംസാരിക്കുകയാണ്.
അതിന് പറയുന്നത് ഒരു സൈലൻറ്റ് കമ്മ്യൂണിയൻ ഇസ് എ സെൻറ്റർ ഓഫ് ദ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഐക്കൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈ സൈലൻറ്റ് കമ്മ്യൂണിയനാണ്. ഈ 3 പേരും തമ്മിലുള്ള വളരെ നിശബ്ദമായൊരു കമ്മ്യൂണിയൻ ഉണ്ട്, നിശബ്ദമായൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ 3 പേരുടെ പുറകിൽ 3 ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആദ്യത്തെ ആൾ, അത് പിതാവായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പുറകിൽ അബ്രാഹത്തിൻ്റെ വീട് കാണാം. അത് സൂചിപ്പിക്കുന്നത് ദ വിൽ ഓഫ് ഗോഡാണ്. കാരണം എല്ലാ ക്രിയേറ്റിവിറ്റിയും ആരംഭിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. അതാണ് അബ്രാഹത്തിൻ്റെ വീട് കാണിക്കുന്നത്. ക്രിസ്തു നടുക്കിരിക്കുന്ന ഈ പുരുഷനാണ്. ക്രിസ്തുവിൻ്റെ പുറകിൽ നമ്മൾ കാണുന്നത് ഒരു ഓക്കുമരമാണ്. അത് ട്രീ ഓഫ് ലൈഫാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉയർപ്പുമാണ് ആ ട്രീ ഓഫ് ലൈഫ് കാണിക്കുന്നത്. പിന്നെ പരിശുദ്ധാത്മ 3-ാമത്തെ ആൾ റൈറ്റ് സൈഡിലുള്ളത്, അതിൻ്റെ പുറകിൽ നമ്മൾ മോറിയ മൗണ്ടനാണ് കാണുന്നത്. ഈ മോറിയ മൗണ്ടൻ കാണിക്കുന്നത് ഒരു സ്പിരിച്വൽ അസെൻ്റാണ്. ആത്മാവിൻ്റെ സഹായത്തോടു കൂടി നമ്മളിങ്ങനെ മലകയറ്റം നടത്തുന്നു എന്നുള്ള ചിന്തയാണ്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരേ ടേബിളിൽ ഒരുപോലെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്കൊറ്റ ദൈവമുള്ളൂ, പക്ഷെ ആ ദൈവം ഒറ്റയ്ക്കല്ല. ആ ദൈവം ഒറ്റയ്ക്കല്ല, അതൊരു ഫാമിലിയാണ്. അവിടെ ഷെയറിങ് ഉണ്ട്, അവിടെ ഹാപ്പിനെസ് ഉണ്ട്, അവിടെ ലവ് ഉണ്ട്. ഹാപ്പി ട്രിനിറ്റി സൺഡേ. വചനജായ 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 വചനജായ